മാഡം പറഞ്ഞ അത്രയും തുക കിട്ടണമെങ്കിൽ ഇനിയും ഗോൾഡ് വേണ്ടിവരും. ഈ വിവരം ഞാനും വൈകി അറിഞ്ഞത്. നിന്നോട് അവനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഇത്രയും നാള് അവന്തിയായിരുന്നു സഹായിച്ചിരുന്നെന്ന് നമ്മളെല്ലാവരും കരുതി. പക്ഷെ സത്യം അറിഞ്ഞപ്പോൾ മരവിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. അന്ന് എനിക്ക് 9 ലക്ഷം രൂപ തന്ന് നിന്റെ കടം തീർത്തത് ആരാന്നറിയോ? അത് ചേട്ടൻ പറഞ്ഞില്ലല്ലോ. പിന്നീട് മനസ്സിലായി അവന്തികയാണെന്ന്. അവന്തികയോ? അതാരാ? അത് നെല്ലിശ്ശേരിയിലെ അന്ന് നിന്റെ കാശ് കൊണ്ടുവന്ന് തന്നതേ ആ അവന്തികയൊന്നും അല്ല. പിന്നെ നിന്റെ അളിയൻ സച്ചി സാറാ. സച്ചി പറഞ്ഞുകൊണ്ട് നിന്നോട് ഞാൻ ഈ കാര്യം പറയണ്ടെന്ന് കരുതിയത്. നീ ആഭരണം പണയം വയ്ക്കാൻ ഇറങ്ങിയെന്ന് മീര പറഞ്ഞുകൊണ്ടാ ഞാനിതിപ്പോൾ നിന്നോട് പറഞ്ഞത്. ഞാൻ സച്ചിയോട് ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ മാപ്പും പറഞ്ഞു. ഇനി പറയേണ്ടത് നിന്നോടാ. സച്ചി ചെയ്തൊരു വലിയ ഉപകാരത്തിന് അവന് തിരിച്ചൊന്നും വേണ്ടെന്നും നിന്നോട് ക്ഷമിച്ചാൽ മാത്രം മതിയെന്നാ അവൻ എന്നോട് പറഞ്ഞത്. അവൻ നിന്നെ ഇത്രയും മനസ്സിലാക്കിയിട്ടും എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ മോളെ. സ്വന്തം ചോരയേക്കാൾ വലിയ ബന്ധമാണ് ആത്മബന്ധമെന്ന് സച്ചി എനിക്ക് മനസ്സിലാക്കി തന്നു. ഈ ഏട്ടനോട് മോള് ക്ഷമിക്കണം. അനുപേട്ട, എന്താ ഇത്? അനുപേട്ടന് ഞാനും അടക്കം എല്ലാവരും കടപ്പെട്ടിരിക്കേണ്ടത് സച്ചേട്ടനോടാ. അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നുള്ള സ്ഥാനം മാത്രം മതി എനിക്ക്. ഞാനെന്തായാലും സച്ചിയെ കാണാൻ നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് അവനോട് ഒന്നുകൂടി സംസാരിക്കണം. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു. അനുപേട്ടൻ പോയി സച്ചേട്ടനെ കാണാം. ഞാൻ സന്ധ്യ ഡോക്ടറിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. കാണണമെന്ന് പറഞ്ഞ ഡോക്ടർ നേരത്തെ വിളിച്ചിരുന്നു. ഞാൻ പോയി കണ്ടിട്ട് വരാം. പിന്നെ അനുപേട്ട, ഞാനിങ്ങനെ ആഭരണം പണയം വയ്ക്കാൻ വന്ന കാര്യമൊന്നും സച്ചേട്ടനോട് പറയണ്ട കേട്ടോ. ഇതൊന്നും ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടില്ല. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്തോന്നും മിണ്ടാത്തെ? അതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് അർച്ചന. കാരണം പറയേണ്ടത് എൻ്റെ ഇക്കയെക്കുറിച്ചാ, എൻ്റെ ഇക്കയുടെ മരണത്തെക്കുറിച്ച്. എന്താ ഡോക്ടർ, പോലീസ് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് അറിഞ്ഞോ? ഞാനിന്ന് സ്ഥലം സിയോട് സംസാരിച്ചു. അദ്ദേഹം ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദുരൂഹതകൾ പറഞ്ഞു. ആ ട്രാവലർ മോഷണം പോയതായതുകൊണ്ട് ഓണറെ സംശയിച്ചിട്ട് കാര്യമില്ല. ആ വണ്ടി ഓടിച്ച ആളെ CCTV മുഴുവൻ പരിശോധിച്ചിട്ടും കാണാനും ആയില്ല.
ഒരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ മോഷ്ടിച്ച വണ്ടി ഉപേക്ഷിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. അതും മറ്റൊരു സ്ഥലത്ത് നിന്നാ കിട്ടിയത്. ആളൊഴിഞ്ഞ സ്ഥലം, മനഃപൂർവ്വമായി വന്നിടിച്ച ട്രാവലർ. ഇതൊക്കെയാണ് CI പറയുന്ന സംശയങ്ങൾ. അതാരോടിച്ചു എന്നറിഞ്ഞാലേ പോലീസിന് ഇനി എന്തെങ്കിലും ചെയ്യാനാവൂന്ന അദ്ദേഹം പറഞ്ഞത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് സാധാരണ നടക്കുന്നൊരു ആക്സിഡന്റ് മാത്രമാണ്. എനിക്കങ്ങനെയല്ലല്ലോ. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് വഴിയെ ഞാൻ അർച്ചനയോട് പറയാം. സാധാരണ അപകടമായി പോലീസ് ക്ലോസ് ചെയ്യാൻ പോകുന്ന എന്റെ ഇക്കയുടെ കേസിന്റെ സത്യാവസ്ഥ എനിക്കറിയണമെന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഇക്ക എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നെന്തോ വലിയ രഹസ്യം കണ്ടുപിടിച്ച രീതിയിലാ ഇക്ക എന്നോട് സംസാരിച്ചത്. അത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടേ വരുവുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് അറിഞ്ഞാലേ ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർക്ക് സംശയം അവന്തിയെടുത്തിയാണോ? അതെ, അവന്തികയുടെ നമുക്കറിയാത്ത എന്തോ രഹസ്യം ഇക്ക അറിഞ്ഞു കാണും. അത് പറയാനാവും ഇക്ക ശ്രമിച്ചതും. അവന്തിയെടുത്തെക്കുറിച്ചാണെങ്കിൽ മറ്റാരോട് പറയുന്നതിന് മുന്നേ നമ്മളോടല്ലേ പറയൂ? അന്ന് രാത്രി എന്നെയും വിളിച്ചിരുന്നു. പക്ഷേ എന്നോട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് എന്നോട് പറഞ്ഞേനെ. ഡോക്ടറുടെ സംശയം ഞാൻ പറഞ്ഞു മാറ്റുമല്ല, സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സാധ്യതകൾ തന്നെയാ എന്റെ സംശയങ്ങളും. ആ സംശയങ്ങളെല്ലാം എനിക്ക് മാറ്റണം. അതല്ല, ദുരൂഹത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയണം. ഇതെല്ലാം അർച്ചനെ കൂടി അറിയിക്കാനും സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്റെ കൂടെ നിൽക്കണമെന്നും പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ഡോക്ടർ ഖാദർ എനിക്ക് എൻ്റെ സഹോദര തുല്യനായിരുന്നു, എൻ്റെ അനൂപേണ്ണെ പോലെ തന്നെ. അങ്ങനെ ഒരാൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കും അറിയണം. അതിലെല്ലാം ഉപരി എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് സഹായിച്ച ആളാണ് ഡോക്ടർ. നന്ദേട്ടനെ കൊണ്ടുവന്നതുൾപ്പെടെ. ഇപ്പോൾ നെല്ലിശ്ശേരിയിലുള്ള സന്തോഷത്തിൻ്റെ ഒരു പങ്ക് ഡോക്ടർ കൂടി അവകാശപ്പെട്ടതാ. അതുകൊണ്ട് എന്ത് സഹായത്തിനും ഏത് കാര്യത്തിനും വിളിച്ചാലും വെളിപ്പുറത്തി അർച്ചന ഉണ്ടാവും. ഹലോ, അർച്ചന എങ്ങോട്ടോ പോയി? നന്ദേട്ടനും ഇവിടെ ഇല്ല. ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ വീട്ടിലോട്ട് വരാം. അമ്മാവനവിടെ വെയിറ്റ് ചെയ്താൽ മതി. ആ. നീ എവിടേക്കാ ഇത്ര ധൃതിയില്? ഓ, ഇവിടെ ആളില്ലാത്ത തക്കം നോക്കി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണല്ലേ? അതേ അവന്തികേ, നിനക്കിപ്പോ അത്ര നല്ല സമയമല്ല. എത്രയും പെട്ടെന്ന് നീ ഒരു നല്ല ജോത്സ്യനെ കാണുന്നത് നന്നായിരിക്കും. നന്ദേട്ടാ, എനിക്കിങ്ങനെ ഈ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കഴിയാൻ പറ്റില്ല. എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട്. ഞാനെന്ന വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്.
ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് എന്നെ ടോർച്ചർ ചെയ്യരുത്. ഭാര്യ അനുസരണ പഠിപ്പിക്കുന്ന ഒരാളല്ല ഭർത്താവെന്ന് നന്ദേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ എനിക്കും അഭിപ്രായങ്ങളുണ്ട്, അതും കൂടി മാനിക്കണം. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ ആവശ്യമില്ലാതെ കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ അങ്ങനെ മനഃപൂർവ്വം തലയിടാൻ വന്നാ ഞാൻ നിന്നൊടുക്കുകയില്ല. നീ ഒന്ന് നിന്നേ. എന്റെയും നിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. 8 വർഷം കഴിഞ്ഞു. അതിൽ 4 വർഷത്തോളം ഞാൻ നിന്റെ തടവിലായിരുന്നു. നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നീ എന്നെ തടവിലാക്കുന്ന ആ നിമിഷം വരെ നിന്നോട് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അരുതെന്ന് പറഞ്ഞിട്ടുള്ളതായി നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഓർത്തെടുക്കാൻ ശ്രമിക്കേണ്ട അവന്തികയെ, നിന്നെ ഞാൻ ഒന്നിൽ നിന്നും വിലക്കിയിട്ടില്ല. നീ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായത് എന്ന് മുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. നീ എന്താണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും അറിയാതിരുന്ന കാലത്തോളം നിന്റെ അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്, മാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ എന്റെ ഭാര്യ പോയിട്ട് മനുഷ്യനായിട്ട് പോലും ഞാൻ കണക്കാക്കുന്നില്ല. അത്രയ്ക്കുണ്ട് നീ ചെയ്തു വെച്ചതൊക്കെ. നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ ഈ നെഞ്ചിൽ നീ ആഞ്ഞു ചവിട്ടിയത്? ദാഹിച്ചൊരിട്ട് വെള്ളം ചോദിച്ചപ്പോ തരാത്തത് ഓർമ്മയുണ്ടോ? വെള്ളം, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇത്രയൊക്കെ നീ എന്നോട് ചെയ്തിട്ടും ഇപ്പോഴും നീ ജീവനോടെ ഇവിടെ തുടരുന്നത് അർച്ചന എന്ന പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാ. നീ എന്നോട് ചെയ്തതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നോടും ചെയ്യും. എന്നിട്ടേ നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അത് ഞാനും ആവശ്യപ്പെട്ട കാര്യം തന്നെയാണല്ലോ. എന്നെ കൊല്ല്. ഇങ്ങനെയുള്ള ജീവിതത്തെക്കാളും മരണം തന്നെയാ നല്ലത്. മതിയായി, മതിയായി എനിക്ക്. അതെ, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് പുറത്തു പോകണം. എനിക്കറിയാം നീ ആരെ കാണാനും സംസാരിക്കാനുമാണ് പോകുന്നതെന്ന്. ഇന്നലെ രാത്രി എന്റെ മരണവാർത്ത കേൾക്കാൻ കാത്തിരുന്ന ആളോട് അത് പാളിപ്പോയ കാര്യം മുഖതാവിൽ പറയണം. എന്റെ അമ്മാവനോട്. എന്നിട്ട് പുതിയതെന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഇതല്ലേ നിന്റെ ഈ പോക്കിന്റെ ഉദ്ദേശം? എന്താ അല്ലേ? നീ കള്ളം പറഞ്ഞാലും ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം നിന്റെ മുഖത്തുണ്ട് അവന്തികയെ. ഒരു കാര്യം ചെയ്യാം. ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യുന്നല്ലേ നീ പറയുന്നത്? ഈ യാത്ര ഞാൻ തടയുന്നില്ല. നമുക്ക് 2 പേർക്കും കൂടി പോയി അമ്മ അവനെ കണ്ടിട്ട് വരാം. ഞാനും അദ്ദേഹത്തെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും എന്നെ പൂട്ടിയിട്ട് സംരക്ഷിച്ച വലിയ മനുഷ്യനല്ലേ. പോയി എല്ലാത്തിനും ഒരു നന്ദി പറഞ്ഞേക്കാം. അതെ, എങ്കിൽ പിന്നെ പോവാം നമുക്ക്. ഞാൻ അമ്മാവനെ കാണാൻ വേണ്ടി ഇറങ്ങിയതൊന്നും അല്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അതുവരെ പോയി ഇപ്പൊ ഒന്ന് കാണുന്നതിന് എന്താ പ്രശ്നം? അത് വേണ്ട, ഞാൻ ഒരിടത്തും പോകുന്നില്ല. അയ്യോ, ഇപ്പൊ എന്താന്നറിയില്ല, നീ വേണ്ടെന്ന് പറയുന്നതൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടം. വാ, സമയം കളയണ്ട, നമുക്ക് പോവാം. വാടി ഇങ്ങോട്ട്, വാടി ഇങ്ങോട്ട്. വാ നന്ദേട്ടാ, വേണ്ട നന്ദേട്ടാ, വേണ്ടാന്ന്. നന്ദേട്ടാ, ഇപ്പൊ നമുക്ക് പോണ്ട. തന്നെ പോണം. വാ, മറ്റൊരു ദിവസം പോവാം. വാ, എപ്പോഴായാലും പോണ്ടതല്ലേ, അതിപ്പോ തന്നെ ആയിക്കോട്ടെ. വേണ്ട നന്ദേട്ടാ, എന്റെ കൈ വിട്, എനിക്ക് പോണ്ട. വാടി ഇങ്ങോട്ട്. നന്ദേട്ടാ, നന്ദേട്ടാ വിട്. വാ, പറഞ്ഞ മനസ്സിലാക്ക്. വേണ്ട നന്ദേട്ടാ, ഇപ്പൊ പോണ്ട. കേറ്. ശോ.
നിന്റെ മുഖം കണ്ടാത്തൊന്നും നിന്നെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകണം. സന്തോഷമായിട്ടിരിക്കേ. നമ്മൾ കാണാൻ പോകുന്നത് നിന്റെ അമ്മാവനല്ലേ? നമ്മളവിടെ എത്താറായി. പിന്നെന്തിനാ അമ്മാവനെ വിളിച്ച് പറയുന്നത്? നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും നിന്റെ അമ്മാവന്. എനിക്കുറപ്പാ അത്. ഇതെന്താ പോലീസ് ജീപ്പോ ആളുകളൊക്കെ? എന്റെ അമ്മാവനങ്ങനെ തട്ടിപ്പോയി കാണൂ. നീ ഇവിടെ ഇരിക്കി. എന്താ സംഭവം എന്ന് ഞാൻ നോക്കട്ടെ. നല്ല സമയത്താണ് നമ്മൾ വന്നത്. റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പില് നിന്റെ അമ്മാവൻ അറസ്റ്റ് ചെയ്യാനാ പോലീസ് വന്നിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിന്റെ പേരും പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം മേടിച്ചിട്ട് അതങ്ങ് കേസായി. അതെ, അകത്ത് ചോദ്യം ചെയ്യൽ നടക്കുക. അയ്യോ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ബെസ്റ്റ് അമ്മാവനും മരുമക്കളും. ദേ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് നന്ദി പറയണമെന്ന് കരുതിയിട്ട് നടന്നില്ലല്ലോ. ആ സാരമില്ല, ജയിലൊക്കെ കണ്ടിട്ട് അതൊക്കെ വരട്ടെ. കണ്ടില്ലേ വന്തികേ, ഇതാണ് നിന്റെ അമ്മാവന്റെ സ്വഭാവം. അന്ന് എന്നെ അർച്ചന രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അർച്ചന രക്ഷപ്പെടുത്തിയത് പോലെ ആവില്ല കേരള പോലീസ് രക്ഷപ്പെടുത്തിയാൽ. എല്ലാം അവരോട് പറയേണ്ടി വന്നേനെ. എങ്കിൽ നിനക്കിപ്പോ ഇതുപോലെ അകത്ത് കിടക്കായിരുന്നു. ഇനി ഈ ലോകത്ത് നിനക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അനഘ മാത്രമേ ഉള്ളൂ. ആ, ഇങ്ങനെയാണ് അവളുടെ പോക്കെങ്കിൽ അവക്ക് നിന്റെ ഗതി തന്നെയായിരിക്കും. അതുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഇനി നീ ജീവനോടുള്ള കാലം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്ക്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്നല്ല. ഞാൻ നിനക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നീ ആ പരിധി വിടുന്ന അന്നാണ് നിന്റെ മരണവും നെല്ലിശ്ശേരിയുടെ മോക്ഷവും. നീലഭൃങ്കാതി എണ്ണയും മഞ്ഞളും ഇതുപോലെ തേച്ച് തല നല്ലോണം തണുത്തു കുളിച്ച ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല കുളിർമ കിട്ടും. നിനക്ക് നല്ല ഉറക്കവും കിട്ടും, കുഞ്ഞിന് നല്ല ഉന്മേഷവും കിട്ടും.
ആഹാ കുഞ്ഞിന്റെ അച്ഛൻ വന്നല്ലേ. ആ സന്ദീപ് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? ആ ഇന്ന് സൈറ്റിലൊക്കെ പോയിട്ട് നേരത്തേക്ക് പോന്നു. എന്താണെന്ന് അറിയില്ല, ചെറിയൊരു തലവേദന പോലെ. അയ്യോ തലവേദനയോ? ഈ തലവേദന നീ കാര്യമാക്കണ്ട. ഞാൻ ആവണി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അനുപേട്ടനും ഇതുപോലൊരു തലവേദന ഉണ്ടായിരുന്നു.